ഹലോ ഗായ്സ്, അപ്പം ഇന്ന് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 20 വർഷമായി. ഇന്ന് അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും നമ്മൾ കസിൻസും റിലേറ്റീവ്സും എല്ലാവരും ഇന്ന് നമ്മുടെ വീട്ടിലാണ് കൂടുക. ഇവിടെ വെച്ചു കൊടുക്കൽ എന്നുള്ളൊരു ചടങ്ങുണ്ടാവും. അതിനായിട്ട് ഇപ്പം അമ്മ അവിടെ ഉണ്ടാക്കുന്നത് നല്ല സുടു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ തറവാട്ടിൽ പാമ്പ് കയറിയെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. കണ്ടവരും കേട്ടവരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പാമ്പല്ല, ആദ്യം പറഞ്ഞു പാമ്പാണെന്ന്, പിന്നെ പറഞ്ഞു ചേരയാണെന്ന്. അങ്ങനെ അവസാനം ഇപ്പോൾ ചേരയിൽ കൺഫേം ആയി. ഇനി അടുത്തത് വെച്ചുകൊടുക്കണ നമ്മൾ ഓരോരുത്തരാണ് ഓരോ വിഭവം വിളമ്പിയിട്ട് അച്ഛനെ അതൊരു അച്ഛൻ വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളത് വെച്ചു കൊടുക്കുന്നത്. അവർ മരിച്ചിട്ടിപ്പോൾ 20 വർഷമായെങ്കിൽ കൂടി എനിക്കൊരു 2 വയസ്സൊക്കെ ഉള്ളപ്പോഴായിരുന്നു അച്ഛൻ മരിച്ചത്. പക്ഷേ എനിക്കെപ്പോഴും ആളെ മിസ് ചെയ്യാറുണ്ട്. അച്ഛൻ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോട്ട് എനിക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഇന്ന് എല്ലാവരും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പം മീൻ കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, ഉണ്ണിയപ്പമുണ്ട്, ചിക്കൻ കറി ഉണ്ട്, അച്ചപ്പം, നുറുക്ക്, അലുവ, കറുത്തലുവ അച്ഛൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ പൊരി, നുറുക്ക്, പൊറോട്ട, അങ്ങനെ എല്ലാതും ഓരോരുത്തരും ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പി കൊടുക്കുകയായിരുന്നു. നമ്മൾ റിലേറ്റീവ്സൊക്കെ അത് വാതിലടച്ചതിന് ശേഷം പുറത്തിരിക്കും. നിങ്ങളുടെ അവിടേക്കൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യൂ. സോ ഫ്രം സോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ഞാൻ റീസെൻ്റ്ലി കണ്ടിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന അതേ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അച്ഛൻ കഴിച്ചു എന്നുള്ള വിശ്വാസത്തിൽ ആ ഇലയിൽ നിന്ന് ഏതെങ്കിലും ഒന്നെടുത്ത് കഴിക്കണം. അങ്ങനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.